my dear students. I am Mahima teacher. Welcome to Mahima Teacher's Chemistry Classroom Inspect Nature. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ക്ലാസ് 10ത്തെ കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയാസ് ആണ്. പോളിമറൈസേഷൻ, കമ്പസ്റ്റൻ, തെർമൽ ക്രാക്കിംഗ് എന്ന ലാസ്റ്റ് പോർഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല കുട്ടികളായിട്ടിരിക്കുക, നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഈ പോളിമറൈസേഷനും കമ്പസ്റ്റനും തെർമൽ ക്രാക്കിങ്ങും കേട്ടോ. അപ്പോൾ കെമിസ്ട്രിയെ കുറിച്ച് നിങ്ങൾ അധികം പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കെമിസ്ട്രി ഈസി ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അപ്പോൾ അങ്ങനെ വിചാരിച്ചുകൊണ്ട് നിങ്ങൾ പഠിക്കുക കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിരിക്കും, നല്ല മാർക്കൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടട്ടെ. അപ്പോൾ ഞാൻ ഈ ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. ഓക്കെ. പിന്നെ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതുക. അപ്പം നമ്മൾ ഈ ടോപ്പിക്കിലേക്ക് കിടക്കുന്നു, പോളിമറൈസേഷൻ. അപ്പോൾ എന്താണ് പോളിമറൈസേഷൻ? വാട്ട് ഈസ് പോളിമറൈസേഷൻ? പോളി അല്ലേ, ഇത് എന്താണ് അവിടെ ഒരു ടേം വന്നത്, പോളി. അതായത് വളരെ സിമ്പിൾ ആയിട്ടുള്ള മോളിക്യൂൾസാണ്. മോളിക്കുലർ മാസൊക്കെ വളരെ ലോ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട്സുകളെല്ലാം നമ്മൾ ഇങ്ങനെ ജോയിൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? അങ്ങനെ കൈ കോർത്ത് പിടിക്കുന്നത് പോലെ വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? കൈ കോർത്ത് ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്. എത്ര മോളിക്യൂൾസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. n നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട്. അപ്പോൾ ഒരു ചെറുതിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതിനെ എന്ത് ചെയ്തു? അതിൻ്റെ അതേപോലെ തന്നെ വീണ്ടും നമ്മളിങ്ങനെ കൊണ്ട് വയ്ക്കുകയാണ്. പക്ഷെ അതിന് കുറച്ച് ഡിഫറൻസുകളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ സിംപ്ലസ്റ്റ് യൂണിറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മോണോമർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ടേമുകൾക്ക് എന്താണ് മോണോമർ? പോളിമർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ സിംപ്ലസ്റ്റ് യൂണിറ്റിനെ, സിംപ്ലസ്റ്റ് മോളിക്യൂളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മോണോമർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ലോങ് ചെയിൻ ആയി കഴിഞ്ഞാൽ പിന്നെ എന്താ നമ്മൾ വിളിക്കുക? മോണോമർ എന്തായിട്ടാണ് മാറുന്നത്? പോളിമർ ആയിട്ടാണ് മാറുന്നത്. പോളിമറിലേക്കാണ് വരുന്നത്. അപ്പോൾ ഒരു സിമ്പിൾ യൂണിറ്റിനെ നമ്മൾ പോളിമറിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയൊക്കെ ആയിരിക്കും? ഡിഫറെൻറ്റ് കണ്ടീഷൻസ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സിമ്പിൾ മോളിക്യൂളിനെ ഒരു ലോങ് ചെയിൻ ആയിട്ട് ആക്കുന്നത്. അപ്പോൾ സിമ്പിൾ മോളിക്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സിമ്പിൾ മോളിക്യൂളും നമുക്ക് പോളിമറൈസേഷൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമുക്ക് അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺസിനെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അതിനെ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അതിനെ ലോങ് ചെയിനിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് ഫോർ എക്സാമ്പിൾ, ഞാൻ എക്സാമ്പിൾ വെച്ച് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് തോന്നും. അപ്പോൾ നമ്മളൊരു അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു ഹൈഡ്രോ കാർബണിനെ എടുക്കുന്നു, അതായത് എത്തീൻ, CH2 ഡബിൾ ബോണ്ട് CH2 എത്തീൻ. ഇതാണ് നമ്മളുടെ സിമ്പിൾ മോളിക്യൂൾ, അതായത് ഇതാണ് നമ്മളുടെ മോണോമർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മോണോമറിനെ നമ്മൾ എന്താ ചെയ്യണത്? വളരെ ഹൈ ടെമ്പറേച്ചറിലും ഹൈ പ്രഷറിലും ഒക്കെ അങ്ങോട്ട് ട്രീറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് വേറെ ഒരു എത്തീനുമായിട്ട് കമ്പൈൻ ചെയ്യും, അതുപോലെ തന്നെ അത് വേറൊരു എത്തീനുമായിട്ട് കമ്പൈൻ ചെയ്യും. അങ്ങനെ എത്ര എണ്ണം ഉണ്ടാവും? NCH2 ഡബിൾ ബോണ്ട് CH2 മോളിക്യൂൾസ് അങ്ങനെ കമ്പൈൻ ചെയ്യും അണ്ടർ സ്യൂട്ടബിൾ കണ്ടീഷൻ. അപ്പം അങ്ങനെ കമ്പൈൻ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഇതിൻ്റെ ഡബിൾ ബോണ്ടുകളെല്ലാം അങ്ങോട്ട് മാറിയിട്ട് സിംഗിൾ ബോണ്ടുകളായി മാറുന്നു. അതായത് ഇവിടെ വരുന്നത് CH2 സിംഗിൾ ബോണ്ട് CH2, അത് എത്രമാത്രം വരും? അത് N ചെയിനാണ്. N നമ്പർ ഓഫ് എത്തീൻ മോളിക്യൂളിൻ്റെ ചെയിനാണ് വരുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഇങ്ങനെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് പോലെ കാണിക്കും, എന്നിട്ട് ഇവിടെ ഒരു N എന്ന് എഴുതും. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് അതേപോലെ തന്നെ പറയാം, NCH2 ഡബിൾ ബോണ്ട് CH2. ഇതെന്ത് സംഭവം? എത്തീൻ. അപ്പോൾ ഇത് ഒരുപാടെണ്ണം N നമ്പർ ഓഫ് മോളിക്യൂൾസ് ഒന്നിച്ച് ചേർന്നിട്ടുള്ള ആ പ്രോസസ്സിനെയാണ് പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് പോളിമർ ഈസ് കോൾഡ് പോളിത്തീൻ.
പോളിത്തീൻ. പോളിത്തീൻ എന്നൊക്കെ പറഞ്ഞിട്ട് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? പോളിത്തീൻ കവർ അല്ലേ? പോളിത്തീൻ കവർ. രണ്ട് തരത്തിലുള്ള പോളിത്തീൻ ഉണ്ട് അല്ലേ? ലോ ഡെൻസിറ്റി പോളിത്തീൻ ഉണ്ട്, ഹൈ ഡെൻസിറ്റി പോളിത്തീനും ഉണ്ട്. അപ്പോൾ ലോ ഡെൻസിറ്റി പോളിത്തീൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പോളിത്തീൻ കവർ പോലത്തെ കവേഴ്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ലോ ഡെൻസിറ്റി പോളിത്തീൻ. ഹൈ ഡെൻസിറ്റി പോളിത്തീൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പൈപ്പുകളൊക്കെ നമുക്ക് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള പൈപ്പുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമുക്ക് ക്യാനില്ലേ, നമ്മൾ കടയിലൊക്കെ പോയിട്ട് എണ്ണയൊക്കെ മേടിക്കുന്ന ക്യാനൊക്കെ ഇല്ല, അതൊക്കെ നമുക്ക് ഹൈ ഡെൻസിറ്റി പോളിത്തീൻ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇതൊക്കെയാണ് സംഭവിച്ചത്. എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചത് പറയാൻ പറ്റുമോ? സിമ്പിൾ മോളിക്യൂളിനെ അണ്ടർ സ്യൂട്ടബിൾ കണ്ടീഷൻ ഇറ്റ് ട്രാൻസ്ഫോംസ് ടു എന്തായിട്ട് മാറി? കോംപ്ലക്സ് മോളിക്യൂൾ അല്ലേ? കോംപ്ലക്സ് മോളിക്യൂളായിട്ട് അത് കൺവേർട്ട് ചെയ്തു. സിമ്പിൾ മോളിക്യൂൾ കൺവേർട്ടഡ് ഇൻ ടു കോംപ്ലക്സ് മോളിക്യൂൾ അണ്ടർ സ്യൂട്ടബിൾ കണ്ടീഷൻ. ആൻഡ് ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് what is polymerization. ഇവിടെ നമ്മൾ ഈ ഒരു എച്ചിന് പകരം ഞാനിവിടെ ക്ലോറിൻ കൊണ്ടുവന്ന് വെക്കുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിനെന്താ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലോറോ എത്തീൻ അല്ലേ? ക്ലോറോ എത്തീൻ എന്നാണ് പറയാ. ഇത് ക്ലോറോ എത്തീൻ അല്ലെങ്കിൽ വിനൈൽ ക്ലോറൈഡ് എന്നാണ് പറയുന്നത് കേട്ടോ. ക്ലോറോ എത്തീൻ അല്ലെങ്കിൽ വിനൈൽ ക്ലോറൈഡ്. അപ്പൊ ഇവിടെ എന്തായി മാറും? ഇവിടെ അതുപോലെ തന്നെ നമ്മൾ റീപ്ലേസ് ചെയ്തിരിക്കണം. CH2CHCl എന്നാക്കി. അപ്പൊ ഇതിനെന്താ വിളിക്കാം? പോളി ക്ലോറോ എത്തീൻ. പോളി ക്ലോറോ എത്തീൻ അല്ലെങ്കിൽ ഇത് വെച്ച് നമ്മൾ പറയും പോളി വിനൈൽ ക്ലോറൈഡ്. നമ്മൾ പി ഇവിടുന്ന് എഴുതി, വി എന്ന് എഴുതി, ഇവിടുന്ന് സി എന്ന് എഴുതി കണ്ടോ? PVC. അപ്പൊ PVC എന്ന് പറയുന്നത് PVC പൈപ്പ് എന്നൊക്കെ ആയിരിക്കും കൂടുതൽ കേട്ടിട്ടുണ്ടാവും അല്ലെ? അപ്പൊ PVC നമ്മൾ യൂസ് ചെയ്യുന്നത്, പോളി വിനൈൽ ക്ലോറൈഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയാണ്? പൈപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത മോണോമറിനെ പരിചയപ്പെടുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ CH പകരം ഇവിടെ F2 എന്നാക്കി, ഇവിടെ ഇതിന് പകരം അതുപോലെ തന്നെ F2 എന്നാക്കി. അപ്പൊ അതിന്റെ പേര് എന്താ വരിക? എത്ര ഫ്ലൂറിൻ ഉണ്ട്? 4 ഫ്ലൂറിൻ ആണുള്ളത് അല്ലെ? അപ്പൊ ഇവിടെ നമ്മൾ എഴുതുന്നു ടെട്രാ ഫ്ലൂറോ എത്തീൻ കേട്ടാ, ഇതാണ് എന്റെ പേര്. അപ്പൊ ഇവിടെ അതുപോലെ തന്നെ നമ്മൾ ആക്കിക്കോണം. ഇവിടെ H2 പകരം F2, ഇവിടെ അതുപോലെ തന്നെ HCl പകരം F2 എന്നുള്ളത്. അപ്പൊ ഇതിന്റെ പേരെന്ത് വരും? പോളി വെച്ചിട്ട് അങ്ങോട്ട് പറഞ്ഞാൽ മതി. എന്താണ്? പോളി ടെട്രാ ഫ്ലൂറോ എത്തീൻ. ഇതിന് വേറൊരു പേര് കൂടെ വിളിക്കും. എന്താണെന്നറിയോ? ടെഫ്ലോൺ. ടെഫ്ലോൺ എവിടെയാണ് യൂസ് ചെയ്യണത്? കിച്ചണിലൊക്കെ എങ്ങനെയാണ് എണ്ണ പുരട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം കണ്ടിട്ടില്ലേ? എന്താണ്? കുക്ക് വെയർ, അതിലെ ആ ഒരു കറുത്ത കോട്ടിംഗ് എന്ന് പറയുന്നത് എന്താണ്? അത് ടെഫ്ലോൺ ആണ്. ഓക്കെ, അതായത് ദോശയൊക്കെ ചുടാൻ വേണ്ടിയിട്ട് നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്നത്. എണ്ണയൊന്നും നമ്മൾക്ക് അധികം ശരീരത്തിൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടെഫ്ലോൺ കോട്ടിംഗ് ഉള്ള കുക്ക് വെയേഴ്സ് മേടിക്കും. അപ്പോൾ അധികം എണ്ണയൊന്നും യൂസ് ചെയ്യണ്ട. കുറച്ച് ഡിസഡ്വാൻറ്റേജസും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ അത് ഉണ്ടാക്കുന്നുണ്ട്. എന്നാലും ഒട്ടുമിക്ക വീടുകളിലും നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ടെഫ്ലോൺ കോട്ടിംഗ് ഉള്ള കുക്ക് വെയേഴ്സ്. ഇനി നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു പോളിമർ ഉണ്ട് പഠിക്കാൻ. ഒരുപാട് പോളിമേഴ്സ് ഉണ്ട് നാച്ചുറലായിട്ട്. നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ഒരു പോളിമർ എന്ന് പറയുന്നത് നാച്ചുറൽ റബ്ബറാണ്. നാച്ചുറൽ റബ്ബറാണ്. അതിൻ്റെ പോളിമർ എന്ന് പറയുന്നത് പോളി ഐസോപ്രിൻ ആണ്. അപ്പൊ പോളി ഐസോപ്രിന്റെ മോണോമർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ പോളി അങ്ങോട്ട് മായ്ച്ചു കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വിളിക്കാം? ഐസോപ്രിൻ ആണ് നാച്ചുറൽ റബ്ബറിന്റെ മോണോമറായിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് പോളി വെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. ആ പോളി മായ്ച്ചു കളഞ്ഞാൽ അതിന്റെ മോണോമർ എന്താന്ന് കിട്ടും. പോളി എത്തീൻ, പോളിത്തീൻ്റെ ആണെങ്കിൽ എന്താണ്? ആ പോളി മായ്ച്ചു കളഞ്ഞു കഴിഞ്ഞാൽ എത്തീൻ എന്നാണ് മോളിക്യൂൾ, എന്താ മോണോമറായിട്ട് പറയുന്നത്. ഓക്കെ,
അതുപോലെ തന്നെ പോളിവിനൈൽ ക്ലോറൈഡ്, ആ പോളി മാച്ച് കളഞ്ഞു കഴിഞ്ഞാൽ വിനൈൽ ക്ലോറൈഡ് ആണ് അതിൻ്റെ മോണോമറായിട്ട് പറയുന്നത്. പോളി ഐസോപ്രിൻ എന്ന് പറഞ്ഞാൽ പോളി മാച്ച് കഴിഞ്ഞാൽ മോണോമറായിട്ട് എന്താ വരുന്നത്? ഐസോപ്രിൻ ആണ് നമ്മളുടെ മോണോമറായിട്ട് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ ടെഫ്ലോണിന് മാത്രമേ കുറച്ചൊരു ഡൗട്ട് വരുള്ളൂ. ടെഫ്ലോൺ എന്നായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഉണ്ടാവുക. അപ്പോൾ ടെഫ്ലോണിൻ്റെ മോണോമർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ടെഫ്ലോണിൻ്റെ ഫ്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്ലൂറിൻ എന്നൊക്കെ ഉള്ളത് നമ്മൾ ഓർത്ത് വെച്ചേക്കും. അപ്പോൾ ടെട്രാ നമുക്ക് പഠിക്കാനുള്ള അധികമൊന്നും ഇല്ലല്ലോ, അപ്പോൾ അത്രയും ഓർത്ത് വെച്ചാൽ മതി. എന്താണ് അതിൻ്റെ ടെഫ്ലോണിൻ്റെ മോണോമർ എന്ന് പറയുന്നത്? ടെട്രാ ഫ്ലൂറോ എത്തീനാണ്. അപ്പോൾ മനസ്സിലായോ? പോളിമറൈസേഷനെ കുറിച്ച് കുറച്ച് ഐഡിയ ഒക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു അല്ലേ? അപ്പോൾ പോളിമറൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണ്? ശരിക്കും സിമ്പിൾ മോളിക്യൂൾസ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു കോംപ്ലക്സ് മോളിക്യൂൾ അണ്ടർ സ്യൂട്ടബിൾ കണ്ടീഷൻ. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സെഷനിലേക്ക് മൂവ് ചെയ്യുന്നു. കമ്പസ്റ്റൻ. ഒരുപാട് ഹൈഡ്രോകാർബൺസിനെയൊക്കെ പരിചയപ്പെട്ടു. വെൻ ഹൈഡ്രോകാർബൺസ് ബേൺ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഇത് കമ്പൈൻ വിത്ത് ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യും. ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനൊരു ബൈ പ്രൊഡക്ട്സ് കിട്ടും അല്ലേ? അതെന്തൊക്കെയായിരിക്കണം? ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞാൽ അവിടെ എന്തൊക്കെയുണ്ട്? കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, പിന്നെ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. അപ്പോൾ എന്തൊക്കെ പ്രൊഡക്ട്സ് അവിടെ കിട്ടാം? കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടാം, വാട്ടർ കിട്ടാം, പിന്നെ അതുപോലെ തന്നെ ബേൺ ചെയ്യുമ്പോൾ എന്തായാലും ഹീറ്റും കൂടെ കിട്ടാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ബാലൻസിങ് ഇക്വേഷൻസ് ഒക്കെ ഒന്ന് എഴുതി നോക്കാം എന്തൊക്കെയാണെന്നുള്ളത് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹൈഡ്രോകാർബണിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കമ്പസ്റ്റൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണ്? വെൻ ഹൈഡ്രോകാർബൺസ് ബേൺ ഇറ്റ് കമ്പൈൻസ് വിത്ത് അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ ആൻഡ് ഫോംസ് കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, അതുപോലെ തന്നെ എന്തൊക്കെ ഉണ്ടാവുന്നുണ്ട്? ഹീറ്റ് ഒന്നും ഉണ്ടാവുന്നുണ്ട്. അതുപോലെ കത്തണ സമയത്ത് ലൈറ്റും കൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പം ബാലൻസ് ഇക്വേഷൻ എഴുതാൻ നിങ്ങൾ തയ്യാറായിക്കോളൂ. ബാലൻസ് ഇക്വേഷൻസ് ഒക്കെ എഴുതാൻ അറിയാമല്ലോ അല്ലേ? അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അതിൻ്റെ ബാലൻസിങ് ഇക്വേഷൻ, അതിൻ്റെ പ്രൊഡക്ട്സ് ഒക്കെ വെച്ച് നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ എന്തിനാ ശരിക്കും പറഞ്ഞാൽ ഹൈഡ്രോകാർബൺസ് ബേൺ ചെയ്യണത്? അതായത് ഹൈഡ്രോകാർബൺസ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഫ്യൂവൽ ആയിട്ടാണ്. അപ്പം ഹൈഡ്രോകാർബൺ ഫ്യൂവൽ ആയിട്ടുള്ളത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഏതൊക്കെ ഹൈഡ്രോകാർബൺസ് ആണ് ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്നത്? കെറോസിൻ, പെട്രോൾ, എല്ലാം പെട്രോളിയം പ്രൊഡക്ട്സ് അല്ലേ? എല്ലാം LPG ഗ്യാസ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ? ലിക്വിഡ് പെട്രോളിയം ഗ്യാസ്, ഇതെല്ലാം എന്ത് തന്നെയാണ്? ഹൈഡ്രോ കാർബൺസ് ആണ്. അപ്പം അതിൻ്റെ നമുക്കൊന്ന് റിയാക്ഷൻ ഒന്ന് എഴുതി നോക്കാം. മീഥേൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹൈഡ്രോ കാർബൺ ആണ് അല്ലേ? വെൻ ഇറ്റ് ബേൺസ് ഇറ്റ് കമ്പൈൻസ് വിത്ത് ഓക്സിജൻ. അപ്പോൾ എന്തൊക്കെ ഉണ്ടാവണമെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞത്? കാർബൺ ഡൈ ഓക്സൈഡ് വരും, വാട്ടർ വരും, പിന്നെ ലൈറ്റ്, പിന്നെ ഹീറ്റ്. ഇതൊന്നും നമുക്ക് ബാലൻസ് ചെയ്യണ്ട, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ബാലൻസ് ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കൂ, കാർബണിൻ്റെ നമ്പർ ഇവിടെ C, ഇവിടെ 1. ഓക്കെ, കാർബൺ ഓക്കെ ആയി. ഇനി ഇവിടെ H4 ആണുള്ളത്, അതുപോലെ തന്നെ O2 ആണുള്ളത്. അപ്പോൾ നമ്മളിവിടെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓക്കെ ആയി, ഇവിടെ 4 ആയി. അപ്പോൾ ഇവിടെ ഓക്കെ, ഇവിടെ 2 ഓക്സിജൻ, അതേപോലെ തന്നെയാണ് ഇവിടെ 2 ഓക്സിജൻ. അപ്പോൾ ഇത് ബാലൻസ്ഡ് ആയി, ഈക്വേഷൻ ബാലൻസ്ഡ് ആയി. അപ്പോൾ ഹൈഡ്രോ കാർബൺസിൽ LPG നമ്മൾ ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് യൂസ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള ഹൈഡ്രോ കാർബൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്യൂട്ടൈൻ ആണ്. എന്താണ് LPGയിലുള്ളത്? ബ്യൂട്ടൈൻ. അപ്പോൾ ബ്യൂട്ടൈൻ എന്ന് പറഞ്ഞാൽ എത്ര കാർബൺ ആയിരിക്കും ഉണ്ടാവുക? 4 എണ്ണം അല്ലേ? അപ്പോൾ അതിൻ്റെ ജനറൽ ഇക്വേഷൻ എന്താ വരുന്നത്? CnH2n+2 എന്നാണ്. അപ്പോൾ ഹൈഡ്രജൻ എത്ര വരും? 10 അല്ലേ? 2 × 4 8 +2 എന്ന് പറഞ്ഞാൽ 10. അപ്പോൾ ഇത് ബേൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡും കിട്ടും, വാട്ടറും വരും, അതുപോലെ തന്നെ ലൈറ്റ്, ഹീറ്റ്. അപ്പോൾ ഒന്ന് ബാലൻസ് ചെയ്യാമല്ലോ നമുക്ക്. തുടങ്ങിക്കോളൂ, നിങ്ങൾ തുടങ്ങിക്കോളൂ, ബാലൻസ് ചെയ്യാൻ തുടങ്ങിക്കോളൂ കേട്ടോ. ഇവിടെ നോക്കണ്ട, നിങ്ങൾ തുടങ്ങിയ ശേഷം അവസാനം ഇങ്ങോട്ട് നോക്കിയാൽ മതി, കഴിഞ്ഞിട്ടേ ഇവിടെ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിയേ, C4. അപ്പം ഞാനിവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു 4. ഓക്കെ, അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ ഇവിടെ 2 ഉള്ളൂ.
അപ്പം ഞാനിവിടെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്രജന്റെ നമ്പറും ഇവിടെ സെയിം ആയി, ഈക്വലായി. പിന്നെ കാർബണിന്റെ നമ്പറും ഈക്വലായി. ഓക്സിജൻ എന്ന് പറയുന്നതാണ് ഇനി നമുക്ക് ഈക്വൽ അല്ലാത്തത്. അപ്പം ഇവിടെ 4 × 2 8, 8 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്, 13 അല്ലേ. അപ്പം ഇവിടെ 13 അങ്ങോട്ട് എഴുതി കഴിഞ്ഞാൽ ശരിയാകുമോ? 13 എഴുതി കഴിഞ്ഞാൽ ശരിയാവില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ 13 × 2 26 വരും. അപ്പം അതുകൊണ്ട് നമുക്കൊരു കാര്യം 13/2 എന്ന് എഴുതാം. 13/2 എഴുതി കഴിഞ്ഞാൽ ഓക്കെ. അപ്പം ഈ 2 നമ്പർ വരുന്നത് ഒരു രസമില്ല അല്ലേ, 13/2 എന്ന് വരുന്നത് രസമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 വെച്ചിട്ട് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഈ 2 ക്യാൻസൽ ചെയ്ത് പോകുമല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, 2C4H10 + 13O2 gives 4 പകരം 4 × 2 8, 8CO2 plus 10 water plus light plus heat. ലൈറ്റിന് ഹീറ്റിനും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണ്ട കേട്ടോ. ഇവിടെ എത്ര വരും നോക്കി. കാർബൺ എന്ന് പറയുമ്പോൾ 8. ഇവിടെ ചെക്ക് ചെയ്ത് നോക്കൂ, കാർബൺ 8. ഓക്കെ, കറക്റ്റ്. ഹൈഡ്രജൻ 20, 2 × 10 20. അപ്പോൾ ഇവിടെ നമുക്ക് 10 × 2 20. അപ്പോൾ ഹൈഡ്രജനും കറക്റ്റ്. ഇവിടെ 13 × 2 26. ഇവിടെ 16 വരും. ഓക്കെ, 16 വന്നു. ഇവിടെ 10 വരും. അപ്പോൾ കറക്റ്റായി 26. അപ്പോൾ ഓക്സിജൻ്റെ നമ്പറും 26 വന്നു. അപ്പോൾ ഇതാണ് ബാലൻസ്ഡ് ഇക്വേഷൻ. അപ്പോൾ ഇതിങ്ങനെ ബാലൻസ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചിലപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായി പോകും. അപ്പോൾ അതുകൊണ്ട് ബാലൻസ് ചെയ്യാൻ നിങ്ങൾ മാക്സിമം ശ്രമിച്ചു നോക്കുക. ഓരോ ഇക്വേഷൻസ് എടുത്തിട്ട് മീഥേൻ, ഈഥേനൊക്കെ എടുത്ത് നിങ്ങളൊന്ന് ജസ്റ്റ് അതിനെ ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ബാലൻസിങ് ഇക്വേഷൻസ് ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വരാം. പിന്നെ എന്ന് പറയുന്നതിന് എന്ത് വേണമായിരുന്നു? ഓക്സിജൻ വേണമായിരുന്നു. അപ്പോൾ ഓക്സിജൻ വരുമ്പോൾ ഓക്സിജനായിട്ട് ബേൺ ചെയ്യുമ്പോൾ ഹീറ്റ് പുറത്തേക്കാണ് പോകുന്നത്. ദാറ്റ് മീൻസ് ആ പ്രോസസ്സ് എന്ത് തരം പ്രോസസ്സാണ്? എക്സോതെർമിക് പ്രോസസ്സാണ്. എന്താണ്? എക്സോതെർമിക് പ്രോസസ്സാണ് കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഓക്സിജനായിട്ട് ബേൺ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറൊക്കെ ആയിട്ട് മാറുന്നത്. പ്ലെൻറ്റി ഓഫ് ഓക്സിജൻ നമ്മൾ കൊടുത്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത് അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെർമൽ ക്രാക്കിംഗ് ആണ്. എന്താ തെർമൽ ക്രാക്കിംഗ്? തെർമൽ ക്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ അതായത് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ. അപ്പോൾ പ്രസൻസ് ഓഫ് ഓക്സിജൻ ഇതൊക്കെയാണ് സംഭവിക്കണേന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജനിൽ എന്തൊക്കെയായി മാറും? നമുക്കറിയാം ഇതിന് വളരെ ലോങ് ചെയിൻ ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺസ് ഉണ്ടെന്ന് അല്ലേ. ഈ ലോങ് ചെയിൻ ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്നതിന് ബോയിലിംഗ് പോയിന്റ് വളരെ കൂടുതലാണ്. അപ്പം തെർമൽ ക്രാക്കിംഗ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യണത്? അതായത് നമ്മൾ ആദ്യത്തെ പ്രോസസ്സിൽ എന്താ പറഞ്ഞ പോളിമറൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ സിമ്പിൾ മോളിക്യൂളിനെ നമ്മൾ കോംപ്ലക്സ് മോളിക്യൂളാക്കി മാറ്റുന്നു. ഓക്കെ, സിമ്പിളിനെ കോംപ്ലക്സ് ആയിട്ട് മാറ്റുന്നു. എന്നിട്ട് നമ്മൾ പല രീതിയിലും അത് ഉപയോഗിച്ചു അല്ലേ. പോളിത്തീൻ കവറായിട്ട്, പലതരം പ്ലാസ്റ്റിക്സ് ആയിട്ട്, റബ്ബർ പോലത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് പല രീതിയിൽ നമ്മൾ യൂസ് ചെയ്തു അതിനെ. പക്ഷേ ഇതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം വരുമ്പോൾ എന്ത്, ഇതൊക്കെ വേസ്റ്റ് ആയിട്ട് മാറാണ് അല്ലേ. ആ വേസ്റ്റ് ആയിട്ടുള്ള കാര്യം വരുമ്പോൾ നമ്മൾ അവിടെ ഇവിടെയൊക്കെ കൊണ്ട് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ കാര്യമുണ്ടോ? ഇല്ല. അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതൊരു നമ്മൾ തെറ്റാണ് ചെയ്യുന്നത് അല്ലേ. വളരെ രാജ്യദ്രോഹം തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ പ്ലാസ്റ്റിക്കുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ കൂട്ടിക്കൊണ്ടിടുക, അവിടെ വെച്ച് നമ്മൾ അറിയാതെ കത്തിച്ച് കളയുക. ഇതൊക്കെ ചെയ്യുമ്പോൾ അതൊരു നമ്മളുടെ എയർ പൊല്യൂഷനാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ വെറുതെ ഇട്ടാൽ ഭൂമിക്കും അതുപോലെ തന്നെ നാശമാണ് ഉണ്ടാകും. സോയിൽ പൊല്യൂഷൻ ഉണ്ടാവും, എയർ പൊല്യൂഷൻ ഉണ്ടാവും അല്ലേ. ടോട്ടലി ഒരു അറ്റ്മോസ്ഫിയർ പൊല്യൂഷനാണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. പോളിമറൈസേഷനിലൂടെ ഒരുപാട് ഉപകാരമുള്ള പ്രൊഡക്ട്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ പോളിമേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. പക്ഷെ അതിൻ്റെ വേസ്റ്റ് വരുമ്പോഴാണ് വളരെ ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. അപ്പോൾ മനുഷ്യൻ ചിന്തിച്ചൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് യൂസ്ഫുൾ ആക്കി കൂടെ, ഇതെങ്ങനെ നമുക്ക് യൂസ്ഫുൾ ആക്കാൻ പറ്റും? അപ്പോൾ ഈ തെർമൽ ക്രാക്കിങ്ങിലൂടെ നമുക്ക് ഇങ്ങനെയുള്ള വേസ്റ്റ് പ്രൊഡക്ട്സ് ഒക്കെ നമുക്ക് യൂസ്ഫുൾ ആക്കി കൂടെ. അതായത് ലോങ് ചെയിൻ ആക്കി, അതായത് കോംപ്ലക്സ് മോളിക്യൂളിനെ സിമ്പിൾ മോളിക്യൂളായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ വീണ്ടും എന്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റും? ഫ്യൂവൽസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഒരു സ്കൂൾ എക്സിബിഷനിൽ ഒരു
കുട്ടി, അവള് അവിടെ നിന്നുകൊണ്ട് വളരെ ഈസി ആയിട്ട് ഇങ്ങനെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ആദ്യം ഇത് മനസ്സിലായില്ല. അത് ഫസ്റ്റ് ടൈമാണ് ഞാനിത് എക്സിബിഷനിൽ കാണുന്നത്. അവൾ ഒരു സ്ഥലത്ത് നിന്നിട്ട് തീ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മേലെ ഒരു സ്റ്റൗവിൽ തീ കത്തിക്കുകയാണ്. അതിൻ്റെ മേലെ വെള്ളം വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പാർട്ട് കൊണ്ട് വേറെ ഒരു മെറ്റൽ ബോക്സിലത്തെ കുറച്ച് ഐറ്റംസ് അവൾ ക്ലോസ് ചെയ്തിട്ട് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെന്താണ് സംഭവിക്കണമെന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല. ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു എക്സിബിഷനാണ് കേട്ടോ, ഇപ്പോൾ നടന്നതല്ല. ഇപ്പോൾ ചിലപ്പോൾ ഒരുപാട് പേര് ഇത് കാണിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ചെന്നിട്ട് എന്താ മോളെ ഇതെന്താണ് ഇതിൻ്റെ വർക്കിംഗ്, ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇത് വേസ്റ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്കുകളാണ്, എല്ലാത്തരം പ്ലാസ്റ്റിക്കുകളും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിത് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ഇൻ ദ ആബ്സെൻസ് ഓഫ് എയറിൽ ഞാൻ ഇതിനെ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വേറൊരു രീതിയിലും അതിനെ ഹീറ്റ് ചെയ്യുന്നില്ല. ഇതിൽ നിന്നും വരുന്ന യൂസ്ഫുൾ ആയിട്ടുള്ള ഫ്യൂവലായിട്ടുള്ള ഗ്യാസ് വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിനെ ഹീറ്റ് ചെയ്യിപ്പിക്കുന്നത്. ആ ഗ്യാസിൻ്റെ ഒരു പാർട്ട് ഞാനിതാ നോക്കിയേ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി എടുക്കണം. അപ്പം ഇവിടെ എന്താണ് നടക്കുന്നത്? അവിടെ ഈ തെർമൽ ക്രാക്കിംഗ് ആണ് അല്ലേ. പ്ലാസ്റ്റിക്സ് നമ്മൾ ഒരുപാട് വേസ്റ്റ് ആക്കി കളയുന്ന പ്ലാസ്റ്റിക്കുകൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് എയറിൽ നമ്മൾ അതിനെ ഹീറ്റ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ആ കോംപ്ലക്സ് മോളിക്യൂൾസ് എന്താണെന്ന് പല സ്ഥലങ്ങളിൽ വെച്ചിട്ട് ക്ലീവേജ് നടന്നിട്ട് സിമ്പിൾ മോളിക്യൂളായിട്ട് മാറുന്നു. അങ്ങനെ വരുന്ന പ്ലാസ്റ്റിക് വേസ്റ്റിൽ നിന്നും നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും? ഓയില് അല്ലേ, ഫ്യൂവൽ ഓയിൽസ്, അതുപോലെ തന്നെ ഫ്യൂവൽ ഗ്യാസുകൾ. 80% ഓഫ് ഫ്യൂവൽസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഫ്യൂവൽ ഗ്യാസ് ഒരു 15% ഫ്യൂവൽ ഗ്യാസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ റിമൈനിങ് ആയിട്ട് വരുന്നത് ഒരു കരി പോലത്തെ ഒരു സംഭവമാണ്. അതിനെ നമുക്ക് ഫ്യൂവലായിട്ട് യൂസ് ചെയ്യാം ഇൻസ്റ്റെഡ് ഓഫ് കോൾ. അപ്പോൾ അത്രയും വളരെ യൂസ്ഫുൾ ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ് ഈ തെർമൽ ക്രാക്കിംഗ് എന്ന് പറയുന്നത്. തെർമൽ ക്രാക്കിങ്ങിലൂടെ നമ്മൾ ശരിക്കും ഇൻ ദ പ്രസൻസ് ഓഫ് എയർ ഇതൊക്കെ എന്തായിട്ട് മാറും? കാർബൺ മോണോക്സൈഡ് ആയിട്ട് മാറും, കാർബൺ ഡൈ ഓക്സൈഡ്, അത് ടോട്ടലി എയർ പൊല്യൂഷൻ ആയിട്ടാണ് മാറുന്നത്. പക്ഷേ ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ നമുക്ക് പോലും ചിന്തിക്കാൻ പറ്റുന്നില്ല അല്ലേ. പ്ലാസ്റ്റിക്കിനെ നമുക്ക് ഫ്യൂവലായിട്ട് പെട്രോളിയം പോലത്തെ ഒരു ഫ്യൂവലായിട്ട് ആക്കാൻ പറ്റും. LPG പോലത്തെ ഗ്യാസായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ ബൈ പ്രൊഡക്ട്സ് നമുക്ക് കോളിന് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റായിട്ടാണ് വരുന്നത്. അതാണ് തെർമൽ ക്രാക്കിംഗ് കൊണ്ടുള്ള ഒരു പ്രാധാന്യം. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നൊന്ന് നമുക്ക് ഇക്വേഷനിലൂടെ ഒന്ന് ജസ്റ്റ് അനലൈസ് ചെയ്യാം. ഓക്കെ, ഈ ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം കേട്ടോ. ഇപ്പൊ ഞാനിവിടെ ഒരു പ്രൊപ്പീൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം എഴുതാണ്. അതെങ്ങനെയാണ്? എത്ര കാർബൺ ഉണ്ട്? 3 അല്ലേ. ഇതാണ് നമ്മളുടെ പ്രൊപ്പീൻ. ഇതിനെ നമ്മൾ തെർമൽ ക്രാക്കിംഗ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ അല്ലെങ്കിൽ ഓക്സിജൻ, ആബ്സെൻസ് ഓഫ് ഓക്സിജനിൽ നമ്മൾ ചെയ്യും. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക? ഇത് പല സ്ഥലത്ത് വെച്ചിട്ടാണ് അതിന്റെ ക്ലീവേജ് അല്ലെ ബ്രേക്കിംഗ് നടക്കുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ ക്ലീവേജ് കാണിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരെണ്ണം കിട്ടി. എന്താ പറയുന്നത്? ഇപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ CH4 എന്ന് എഴുതാന്ന് വിചാരിക്കും. ഇത് മീഥേനാണ് ഒരു പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയെങ്കിൽ നെക്സ്റ്റ് പ്രൊഡക്റ്റ് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഒരു കാർബൺ, അപ്പൊ ഇവിടെ രണ്ട് കാർബൺ ആയിരിക്കും ഉണ്ടാവുക. ബാക്കി 2 ആണല്ലോ ഉള്ളത്. ഇവിടെ 4 ഹൈഡ്രജൻ. ടോട്ടലി ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? ഇവിടെ ഇത് 5, ഇത് 8 അല്ലേ. 8 ൽ 4 പോയി കഴിഞ്ഞാൽ 4 എണ്ണം ഉണ്ട്. അപ്പൊ ഇതെന്തിന്റെ ഇക്വേഷൻ ആണ്? ഇതിന്റെ ജനറൽ ഇക്വേഷൻ CnH2n എന്ന് പറഞ്ഞത് എന്തിന്റെ ജനറൽ ഫോർമുലയാണ്? അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ, ഡബിൾ ബോണ്ട് ഉള്ള ഹൈഡ്രോകാർബണിന്റെ ജനറൽ ഫോർമുലയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാവുന്നത് എന്തായിരിക്കും?
H4 എന്ന് പറയുന്നത് C2H4 എന്ന് പറയുന്നത് ഇങ്ങനെ CH2 കണ്ടോ ഇതെന്താ സംഭവം എത്തീനായിട്ട് മാറി. അപ്പൊ പ്രൊപ്പൈനെ തെർമൽ ക്രാക്കിംഗ് നടത്തിയപ്പോൾ മീഥേനും ഉണ്ടായി എത്തീനും ഉണ്ടായി. അതായത് ഒരു സാച്ചുറേറ്റഡും വന്നു ഒരു അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബണും വന്നു. അപ്പൊ എല്ലാ കേസിലും ഇതേപോലെ തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഓർത്ത് വെച്ചേക്ക എല്ലാ കേസിലും ഇതേപോലെ തന്നെയാണ്. തെർമൽ ക്രാക്കിംഗ് നടത്തി കഴിഞ്ഞാൽ ഒരെണ്ണം എന്ന് പറയുന്നത് സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ ആയിരിക്കും, രണ്ടാമത്തത് ഡബിൾ ബോണ്ട് ഉള്ള അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നമുക്ക് വേറൊരെണ്ണം ചെക്ക് ചെയ്ത് നോക്കാം അതുപോലെ വരുന്നുണ്ടോ എന്ന് കേട്ടോ. 1 2 3 4 5 6 7 കാർബൺ ഉള്ളതിനെ നമ്മൾ എന്താ വിളിക്കാം ഹെപ്റ്റേൻ അല്ലേ. ഹെപ്റ്റേൻ. ഇനി നമ്മൾ ഹൈഡ്രജനേക്ക് നമ്മളൊന്ന് വെറുതെ വെക്കും. ഇവിടെ H3 ഇവിടെ H2 ഇവിടെ H2 ഇവിടെ H2 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 H3. ഇതിനെ നമ്മൾ തെർമൽ ക്രാക്കിംഗ് നടത്തുകയാണ് കേട്ടോ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ. അപ്പൊ നമുക്ക് ഇവിടെ ക്ലീവേജ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ വരും നോക്കാം. ഇവിടെ 3 കാർബൺ ഉണ്ട്, ഞാൻ എഴുതുന്നു CH3 CH2 CH3. ഇതെന്താ സംഭവം പ്രൊപ്പൈൻ അല്ലേ. പ്രൊപ്പൈനായി എവിടെ വെച്ചിട്ട് വേണമെങ്കിലും ക്ലീവേജ് കാണിക്കാം കേട്ടോ. ഒരുപാട് ബൈ പ്രൊഡക്ട്സുകൾ ഉണ്ടാവുന്നുണ്ട്. എവിടെ വെച്ചിട്ട് വേണമെങ്കിലും അതിന് ക്ലീവേജ് കാണിക്കാം. അപ്പൊ അതിനനുസരിച്ചുള്ള ബൈ പ്രൊഡക്ട്സ് നിങ്ങൾ എഴുതണം. അപ്പൊ ഞാൻ ഇവിടെ വെച്ചിട്ടാണ് അതിന് ബ്രേക്കിംഗ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ബാക്കി നോക്കി ഇവിടെ എത്ര കാർബൺ ഉണ്ട് 3 എണ്ണം. ബാക്കി ടോട്ടലി 7 എണ്ണമായിരുന്നു. അപ്പൊ ബാക്കി 4 എണ്ണമാണ് വരിക 4. അപ്പൊ ഇവിടെ ഹൈഡ്രജന്റെ നമ്പർ നോക്കൂ. ഹൈഡ്രജന്റെ നമ്പർ ആണെങ്കിൽ ഇവിടെ 3 5 8 എണ്ണം വരുന്നുണ്ട് 8. അപ്പൊ ഇവിടുത്തെ ഹൈഡ്രജന്റെ നമ്പർ എത്രയാന്ന് നോക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇതിന്റെ ഫോർമുല എന്താ വരിക C7H7 × 2 14 14 + 16 16 ഹൈഡ്രജൻ ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇവിടുന്ന് 8 കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇത്രയാണ് വരേണ്ടത് C4H8 എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എന്താണ് CnH2n, അതായത് അൺസാച്ചുറേറ്റഡ് ഡബിൾ ബോണ്ട് ഉള്ള ഹൈഡ്രോകാർബണിന്റെ ഫോർമുലയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ കിട്ടുന്നത് നമുക്ക് ഇങ്ങനെ എഴുതാം 4 കാർബൺ 1 2 3 ഡബിൾ ബോണ്ട് C. ഇവിടെ എത്ര വരും ഇവിടെ H ഇവിടെ 2 ഹൈഡ്രജൻ, ഇവിടെ 1 ഹൈഡ്രജൻ, ഇവിടെ 2 ഹൈഡ്രജൻ. അപ്പൊ ടോട്ടലി എണ്ണി നോക്കാം 3 5 6 7 8. ഓക്കെ. അപ്പൊ ഇതെന്താ സംഭവം ഇത് ബ്യൂട്ടൈൻ എന്നാണ് എൻ്റെ പേര് കിട്ടിയിരിക്കുന്നത്. ഇനി ക്ലീവേജ് വേറെ രീതിയിൽ വരികയാണെങ്കിൽ നമുക്ക് അത് പ്രൊപ്പീൻ എന്നും എഴുതാം, അതുപോലെ തന്നെ എന്തായിട്ട് എഴുതാം ബ്യൂട്ടൈൻ എന്നും കൂടെ എഴുതാം. ഞാൻ ഈ ടോപ്പിക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതുക. അപ്പോൾ സീ ഓൺ അനദർ സെക്ഷൻ വിത്ത് അനദർ ടോപ്പിക്. ബൈ.